ഇടതും വലതും ചുമന്നും അടുത്തിട്ടില്ല എങ്കിൽ ഞാനൊരു പ്രാവശ്യമേ തോൽക്കുന്നുള്ളൂ. എനിക്കതേ ഈ ആൾക്കാരോട് പറയാം, ഞാൻ ഒറ്റ പ്രാവശ്യം തോൽക്കുന്നുള്ളൂ. പക്ഷേ ഇവരടുത്ത 5 വർഷവും തോറ്റുകൊണ്ടിരിക്കും. അച്ഛൻ ഇന്ന് ചിലപ്പോൾ എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയുന്ന, അല്ലെങ്കിൽ എൻ്റെ മകനെ ജയിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് പറയുന്ന ഒരു സംഘരാഷ്ട്രീയത്തിലേക്ക് അച്ഛനും വരുമായിരുന്നു. ഇന്ന് നമ്മുടെ കേരള വിഷൻ ന്യൂസിനൊപ്പം ചേരുന്നത് മഹാനടൻ തിലകൻ്റെ മകൻ ഷിബു തിലകനും അതോടൊപ്പം ഭാര്യ ലേഖയുമാണ്. തൃപ്പൂണിത്തുറ കോർപ്പറേഷനിലെ 20-ാം വാർഡിലാണ് ഷിബു തിലകൻ മത്സരിക്കുന്നത്. 19-ാം വാർഡിലാണ് ലേഖ മത്സരിക്കുന്നത്. രണ്ടുപേരും BJPയുടെ സ്ഥാനാർത്ഥികളാണ്. എന്തൊക്കെയാണ് തിരഞ്ഞെടുപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ? എങ്ങനെ പോകുന്നു പ്രചരണങ്ങളൊക്കെ? നല്ല രീതിയിൽ പോകുന്നുണ്ട് പ്രചരണം. നമുക്കിപ്പം കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും കൂടുതൽ സ്വീകാര്യത വീടുകൾ കിട്ടുന്നുണ്ട്. പിന്നെ പൊതുവേ നമ്മൾ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ ഒരു മാറ്റം വേണമെന്നുള്ളതാണ്. എല്ലാം നമ്മൾ കണ്ട 100% ആൾക്കാരും പറഞ്ഞാൽ മാറ്റം വേണമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഒരു പരിസ്ഥിതി ഏരിയയുടെയൊക്കെ അവസ്ഥ വളരെ ശോചമാണ്. നിങ്ങൾ തന്നെ കണ്ടാണല്ലോ, വളരെ ശോചിയാവസ്ഥയാണ്. കാനയാണെങ്കിലും റോഡുകളാണെങ്കിലും ഒക്കെ വളരെ മോശമാണ്. കുടിവെള്ള പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പല രീതിയിലുള്ള ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ പാർപ്പിട സംബന്ധമായ അങ്ങനെ ഒരു കാര്യങ്ങളും കേന്ദ്രം കൊടുക്കുന്ന ഒരുപാട് പദ്ധതികളുണ്ട്. അതൊന്നും ഇവിടെ നടപ്പിലാക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ ആൾക്കാർക്കൊരു മാറ്റം വേണമെന്നുള്ളതാണ് ആൾക്കാരെല്ലാം നമ്മുടെ അടുത്ത് പറഞ്ഞത്. ഇതുവരെ കയറിയ വീട്ടിലെല്ലാവരും മാറ്റം വേണം എന്നാണ് പറഞ്ഞത്. അത് ഞങ്ങൾക്ക് അനുകൂലമാകും എന്നൊരു പ്രതീക്ഷയുണ്ട്. മാത്രമല്ല, ഈ തവണ നമുക്ക് തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ BJPക്ക് ഭരണം കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പൊതുവെ ജനസംസാരമുണ്ട്. അപ്പോൾ അതും നമുക്ക് ഉപകാരപ്പെടും എന്നുള്ളതാണ് പ്രതീക്ഷ. കഴിഞ്ഞ തവണയും മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അറിയുന്നവരാണ്, പരിചയക്കാരാണ്, നാട്ടുകാരാണ്. അപ്പോൾ വീടുകളിൽ പ്രചരണത്തിനൊക്കെ ചെല്ലുന്ന സമയത്ത് പ്രതികരണമൊക്കെ എങ്ങനെയാണ് എല്ലാവരുടെയും? കഴിഞ്ഞ തവണ മത്സരിച്ച് മറ്റൊരു വാർഡിലാണ്, ഇതിൻ്റെ റോഡിൻ്റെ അപ്രവേശമുള്ള വാർഡിലാണ്. ഇതിപ്പം ഞാൻ താമസിക്കുന്ന വാർഡിൽ ചേർന്നുള്ള വാർഡിലാണ് മത്സരിക്കുന്നത്. ഇവിടെയുള്ള ആൾക്കാരെ അവിടത്തേക്കാളും കൂടുതൽ ഇവിടെയുള്ള ആൾക്കാരെ ഞാൻ ചെറുപ്പം പോലെ കാണാൻ നമ്മൾ കളിക്കാൻ വരുമ്പോഴും അല്ലെങ്കിൽ സൈക്കിളിൽ പോകുമ്പോഴും ഒക്കെ നമ്മൾ അങ്ങനെ നടന്നു പോകുമ്പോഴൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാരുണ്ട്. പിന്നെ പുതിയ ആൾക്കാരുമുണ്ട്, പുതിയതായിട്ട് വന്ന് താമസിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരിലൊക്കെ നല്ല പ്രതികരണമാണ്. അവർ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്തോട് തൊട്ടടുത്ത് താമസിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലൊക്കെ അറിയുന്നതാണ്. പുള്ളി വലിയ പുറത്തൊക്കെ പോയി വലിയ ബിസിനസ്സുകാരനൊക്കെ ആണ്. പക്ഷേ പുള്ളിയും പറയുന്നത് മറ്റ് 2 മുന്നണികളും വേസ്റ്റാണ്. അപ്പോൾ ഇനി ഷിബു വന്നിട്ട് ഇവിടെയൊക്കെ നന്നാക്കുമെന്നൊരു പ്രതീക്ഷയുണ്ട്. ഷിബു വന്നാൽ ചെയ്യുമെന്ന് പുള്ളിക്ക് എന്നെ വ്യക്തമായിട്ട് അറിയുന്നതുകൊണ്ട് പറയുന്നത്. മറ്റവരെ പോലെ ആയിരിക്കില്ല എന്നിപ്പം ജസ്റ്റ് മുമ്പ് പുള്ളി ഒരു ചാനൽ വന്നപ്പോൾ പുള്ളി അത് പറയുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷ ആൾക്കാരുണ്ട്. പുള്ളി അപ്പോൾ അതുകൊണ്ട് എന്നെ ജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാമെന്നും പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വിജയപ്രതീക്ഷ തരുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് മാറ്റം വേണം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണത്. മത്സരരംഗത്തേക്ക് ആദ്യമായിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ ജോലിയൊക്കെ രാജിവെച്ചിട്ട് വന്നു എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. അതെന്തൊക്കെയാണ് ജയിച്ചു കഴിഞ്ഞാൽ? മെയിനായിട്ട് നമ്മുടെ പ്രാഥമിക ഒരു ആവശ്യമാണ് റോഡ്. ഞങ്ങളുടെ അവിടെ 19-ാം വാർഡിൻ്റെ റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. പിന്നെ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ തോടാണ് റോഡ്. ഇപ്പോൾ അവിടെ ഒരു സ്കൂളുണ്ട്, കെംതേട പള്ളി സ്കൂളാണ്, ജോർജിയൻ സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ ഞാൻ പലപ്പോഴും കാണുന്നൊരു കാഴ്ച, അവരുടെ ഷൂവും സോക്സും എല്ലാം നനഞ്ഞ് നീന്തിയാണ് പോകുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വേണം. നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് ഈ കാണയാണ്. ഈ കാണ ഓപ്പണുമാണ് ഒന്നാമത്. ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഡ്രൈനേജ് വേറെ വിദേശത്തൊക്കെ ഉള്ള ഒരു മോഡലുണ്ടല്ലോ, എൻ്റെ മനസ്സിലും അതാണ്. ഞാൻ ഇവിടെ 17 വർഷമായി വന്നിട്ട് കല്യാണം കഴിച്ചു വന്നിട്ട്. ഈ 17 വർഷവും ഈ തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇത് വേണ്ട, നമുക്ക് വിദേശ മോഡൽ തന്നെ നമ്മളുടെ രീതിയിലേക്ക് കൊണ്ടുവരാം. അതിന് എന്താ പറയുക, കുറച്ച് സ്റ്റഡി ചെയ്യണം, അത്രേ ഉള്ളൂ. പക്ഷെ ഞാൻ അവിടെ ആയിരുന്നപ്പോൾ എനിക്ക് അവിടുത്തെ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് ആ ഒരു മോഡലാണ് എൻ്റെ മനസ്സിൽ. കാരണം വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോകുന്ന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവിടെ വളരെ ബുദ്ധിമുട്ടാണ്. കുത്തനെ ഒഴുകി തോട് പോലെയാണ്. ഞങ്ങളുടെ വീടൊക്കെ ഫ്രണ്ട് ശരിക്കും ഒരു കപ്പൽ ഒഴുകാവുന്ന വെള്ളമാണ് പോകുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും വെള്ളമാണ് പോകുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം എന്തായാലും വേണം. പിന്നെ ഇതൊരു വെയിറ്റിംഗ് ഷെഡാണ്. ഈ വെയിറ്റിംഗ് ഷെഡിൽ ഒരാൾക്കൊന്നും ഇരിക്കാൻ പോലുമുള്ളൊരു സൗകര്യമില്ല. ഇപ്പോൾ ഇനി വരുന്ന ഒരു കാലാവസ്ഥയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂടാണ് കൂടുതലും. അപ്പോൾ ആ ചൂട് സമയത്ത് നമുക്ക് ഇരിക്കാനായിട്ടൊരു AC ഉള്ള ഒരു സോളാർ വെച്ചിട്ട് സിസ്റ്റം വെച്ചിട്ടുള്ള ഒരു AC ഒരു ഷെൽട്ടർ നമുക്ക് വേണം, ഒരു അത്യാവശ്യമാണ്. പിന്നെ ഇവിടെ ഉള്ള ഓട്ടോ ചേട്ടന്മാർക്കാണെങ്കിലും ഒരു യൂറിൻ പാസ് ചെയ്യാൻ ഇവിടെ ഒരു സൗകര്യമില്ല. അത് ഇദ്ദേഹത്തിൻ്റെ വാർഡും കൂടിയാണ്. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോസിബിൾ ആണല്ലോ അത് ചെയ്യാനായിട്ട്. ഇവിടെ ഗവൺമെൻറ്റിൻ്റെ സ്ഥലം കിടപ്പുണ്ട്. അപ്പോൾ അവിടെ ഒരു ടോയ്ലറ്റ്, അതാണ് ഏറ്റവും അനിവാര്യം. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഏതൊരാൾക്കാണെങ്കിലും, ഒരു ലേഡി ആണെങ്കിലും ജെൻസ് ആണെങ്കിലും അവർക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു ടോയ്ലറ്റാണ് നമുക്ക്. അപ്പോൾ ആ 2-3 കാര്യങ്ങൾ മെയിനായിട്ട് ചെയ്യും. രണ്ടുപേരും കൂടി മത്സരരംഗത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് എങ്ങനെ അറിയുന്നവരുടെയൊക്കെ പ്രതികരണം എങ്ങനെയാണ്? നല്ല പ്രതികരണമാണ്. അവരും പറയുന്ന ഒരു മാറ്റം വേണം എന്നുള്ളതാണ്. പക്ഷേ ഇനി അവർ മാറിയില്ലെങ്കിൽ, ഇടതും വലതും ചുമന്നും അടുത്തിട്ടില്ല എങ്കിൽ ഞാനൊരു പ്രാവശ്യമേ തോൽക്കുന്നുള്ളൂ. എനിക്കതേ ഈ ആൾക്കാരോട് പറയാം, ഞാൻ ഒറ്റ പ്രാവശ്യം തോൽക്കുന്നുള്ളൂ. പക്ഷേ ഇവരടുത്ത 5 വർഷവും തോറ്റുകൊണ്ടിരിക്കും. ഇത്രയും തോൽവികൾ ഏറ്റുവാങ്ങിയിട്ട് മതിയായിട്ടില്ലെങ്കിൽ അടുത്ത 5 വർഷം കൂടി അവർ തോറ്റുകൊണ്ടിരിക്കണം ഓരോ ദിവസവും. എനിക്കൊരു പ്രശ്നവും വരുന്നില്ല അതിൽ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്?
അതോടൊപ്പം തന്നെ അച്ഛൻ എന്ന് പറയുന്നത് മഹാനടൻ, അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അറിയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാൾ കൂടിയാണ്. അപ്പോൾ രാഷ്ട്രീയം എന്താണെന്ന് ചെറുപ്പം മുതലേ കണ്ടു വളർന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ BJP എന്ന പ്രസ്ഥാനത്തിനൊപ്പം ചേരുന്നു, ഇപ്പോൾ മത്സരിക്കുന്നു. ആ ഒരു തീരുമാനമൊക്കെ എങ്ങനെയായിരുന്നു? അത് ഞാൻ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ തീരുമാനമാണ്. കാരണം ഞാൻ ചെറുതിലെ പോലെ കാര്യം സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും രാഷ്ട്രീയം പാടില്ല അച്ഛൻ വിലക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കോളേജിലും സ്കൂളിലും നമുക്ക് കാര്യമായിട്ട് ഈ അന്നുണ്ടായിരുന്ന SFI KSU പോലത്തെ ഒന്നും ഞാൻ പ്രവർത്തിച്ചില്ല. പിന്നെ KSUവിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ മത്സരിക്കുമ്പോൾ അവർക്ക് വേണ്ടി മാത്രം ജസ്റ്റ് ഞാൻ ചെയ്യുമായിരുന്നു. അല്ല ഞാനങ്ങനെ SFIയിൽ പ്രവർത്തിച്ചിട്ടില്ല. കാരണം SFI എന്ന് പറയുന്നത് ഒരു അക്രമത്തിനും മറ്റേ അങ്ങനെ അടിച്ചമളത്തിനും ആൾക്കാരുടെ സ്വകാര്യതയെ ഹനിക്കാനും അതുപോലെ തന്നെ ആൾക്കാരുടെ എല്ലാത്തിനെയും ഒന്നിനും അവർ അനുവദിക്കില്ല. അങ്ങനത്തെ ഒരുപാട് ചെറുപ്പം മുതലേ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ പ്രവർത്തിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വളർന്നു വന്നെങ്കിലും പിന്നെ ഞാൻ ഇവിടുത്തെ ഒരു രീതികളോടൊന്നും എനിക്ക് താല്പര്യമില്ല. കാരണം വെച്ചാൽ ഈ കൂടുതലും ഇവിടെ നമ്മൾ പരിചയപ്പെടുന്ന എല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരാണ്. ഒരു കമ്മ്യൂണിസം എന്ന് പറയുന്ന ലോകത്ത് എല്ലായിടത്തും ആൾക്കാർ വേണ്ടാന്ന് വെച്ച് പുറത്തേക്ക് കളഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു 80-കൾ 90-കളൊക്കെ. അപ്പോൾ 90-കളുടെയൊക്കെ ആദ്യമായപ്പോഴാണ് നമ്മൾക്ക് ഇന്ത്യയിലും ഇന്ത്യ പോലത്തെ വലിയ രാജ്യം 140 കോടി ജനസംഖ്യയുള്ള രാജ്യത്ത് ഈ കമ്മ്യൂണിസത്തിന് ഇത്രയും വർഷം കൊണ്ട് വളരാൻ സാധിച്ചത് ഒരിക്കലും അവർക്ക് വളരാൻ സാധിക്കുന്നതൊക്കെ മനസ്സിലായി. പിന്നെ എന്താണ് പറ്റുന്നത് അപ്പം നോക്കുമ്പോഴാണ് സംഘത്തിൻ്റെ രാഷ്ട്രീയം, BJP രാഷ്ട്രീയം. സംഘരാഷ്ട്രീയത്തിൽ പറയുന്നത് വെച്ചാൽ ഏകാത്മ മാനവ ദർശനം എന്ന് പറയുന്നതാണ് അവരുടെ സിദ്ധാന്തം. എല്ലാവരെയും ഒന്നായി കണ്ടുകൊണ്ടുള്ള ഒരു പുരോഗമനവും വളർച്ചയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരു വിഭാഗതയില്ല, ജാതിപരമായിട്ടോ മതപരമായിട്ടോ അല്ലെങ്കിൽ വർണ്ണപരമായിട്ടോ ഒരു രീതിയിലും അല്ല ചെറിയവനെന്നോ വലിയവനെന്നോ ഒന്നും വ്യത്യാസമില്ല. അപ്പം നമുക്ക് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു ചായക്കടക്കാരൻ എൻ്റെ മകനായിട്ടുള്ള മോദിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ സാധിച്ച് BJPയിലാവേണ്ടി മാത്രമാണ്. കോൺഗ്രസ്സിലാണെങ്കിൽ ഒരിക്കലും ആകാൻ പറ്റില്ല. കോൺഗ്രസ്സിൽ നെഹ്റു ഫാമിലിക്ക് മാത്രമേ ആകാൻ പറ്റുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ അവർ പറയുമെങ്കിൽ ഉന്നതന്മാർക്ക് മാത്രമേ ആകാൻ പറ്റുള്ളൂ. അപ്പോൾ അത്ര ഒരു ജനകീയമായിട്ടുള്ള അടിത്തറയുള്ള അല്ലെങ്കിൽ ജനകീയമായി ചിന്തിക്കുന്ന ഒരു സംഘടനയാണ് BJP അല്ലെങ്കിൽ RSS. അപ്പോൾ അതുകൊണ്ട് എനിക്ക് 90-കൾ മുതൽ എനിക്ക് അതിനോട് താല്പര്യം തോന്നി. വീട്ടിലെപ്പോഴും അച്ഛനും ഞാൻ തമ്മിൽ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട്. അച്ഛനെപ്പോഴും എന്നെ ഒരു ഭീകരവാദി തീവ്രവാദി ഇടയ്ക്കാണ് കണ്ടിരുന്നത്. കാരണം ഞാൻ ഹിന്ദുത്വ തീവ്രവാദിയായിരുന്നു എന്നാണ് കണ്ടിരുന്നത്. കാരണം അവരൊക്കെ അങ്ങനെ ധരിച്ചു വെച്ചിരുന്നത്. ആ കാലത്ത് ഇവിടുത്തെ അങ്ങനെയാണ് അവരുടെ ബ്രെയിനിലേക്ക് അങ്ങനെയാണ് കൊടുത്തിരുന്നത്. അപ്പോൾ അത് കുറേയൊക്കെ മാറിയിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ്. അദ്ദേഹത്തിൻ്റെ വികസനം എല്ലാവരും എത്തുന്നുണ്ട് അല്ലേ. പുള്ളിയുടെ ഒരു മുദ്രാവാക്യം തന്നെ സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ പ്രയാസ്. എല്ലാവരും കൂടെ ഉണ്ട്, എല്ലാവർക്കും വികാസമുണ്ട്, പക്ഷേ എല്ലാവരും പ്രയത്നിക്കും കൂടെ വേണം. അതാണ് അതിന് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ് മാത്രം പ്രയത്നിച്ചു കൊള്ളുമെന്ന് വെച്ചാൽ ഒരിക്കലും ഇതുപോലെ പ്രയോജനം. നമ്മൾ ഇന്ത്യക്കാരാണ്, നമ്മുടെ രാജ്യം മുന്നേറുക എന്നുള്ളത് നമ്മുടെ കൂടെ ആവശ്യമാണ് അല്ലേ. നമ്മുടെ രാജ്യം 1ാം സ്ഥാനത്ത് നമുക്ക് അഭിമാനമല്ലേ. ലോകത്തെ ഏറ്റവും നമ്പർ 1 രാജ്യം ഇന്ത്യ എന്ന് പറയുമ്പോൾ ഭാരതം എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ അഭിമാനമാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളും പ്രയത്നിക്കണം. അപ്പോൾ കുറച്ച് കഷ്ടപ്പാടൊക്കെ നമ്മൾ സഹിക്കേണ്ടി വരുമായിരിക്കും. അപ്പോൾ അതൊക്കെ അപ്പോൾ എനിക്ക് ചെറുപ്പം പോലെ രാജ്യത്തിനോട് ഭയങ്കര സ്നേഹമുള്ളൊരു കുട്ടിയായിരുന്ന പോലെ എനിക്ക് അങ്ങനെ ഉണ്ട്. കാരണം നമ്മൾ ഈ സ്കൂളിൽ പോകുമ്പോൾ ഒരു പ്രതിജ്ഞ എടുക്കുമല്ലോ, ഭാരതം എൻ്റെ രാജ്യമാണ്, എല്ലാവരും എൻ്റെ സഹോദരന്മാരാണ്, ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. അപ്പോൾ അന്ന് മുതൽ തന്നെ നമ്മൾക്ക് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഭയങ്കര ഒരു ഇതായിരുന്നു. അപ്പോൾ ഞാൻ വിദേശ രാജ്യങ്ങളിലൊക്കെ ആൾക്കാരെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ മനസ്സിലാക്കിയപ്പോഴത്തേക്കും അവർക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര നമ്മൾ ഏത് രാജ്യം എടുത്താലും അവർക്ക് ഭയങ്കര രാജ്യസ്നേഹം ഭയങ്കര കൂടുതലാണ്, പാട്രിയോട്ടിസം ഭയങ്കര കൂടുതലാണ്. കാരണം അത് ചെറിയ രാജ്യങ്ങളായിരിക്കും, കുറച്ച് ജനസംഖ്യ ഉള്ളതുകൊണ്ട് അവർക്കത് എളുപ്പമാണ്. അപ്പം നമ്മുടെ രാജ്യം വലിയ രാജ്യമാണ്, ജനസംഖ്യയും വലുതാണ്. അപ്പോൾ അത്ര ആൾക്കാരെ ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. പക്ഷേ നരേന്ദ്രമോദി വന്നതിന് ശേഷം അത് ഒരുപാട് സാധിച്ചു. ഇപ്പോൾ ഒരു ഇന്ത്യയിൽ നേരത്തെ ഒരു 30% രാജ്യസ്നേഹം ഉണ്ടായിരുന്നു, ഇന്നൊരു 60% രാജ്യസ്നേഹികളുണ്ട്. ഇപ്പോൾ അങ്ങനെ രാജ്യത്തിന് കൂടുതലുള്ളവർ മാത്രമല്ല രാജ്യം അതുപോലെ പുരോഗമിച്ചു. ഇപ്പോൾ സൈനികപരമായിട്ടാണെങ്കിലും സാമ്പത്തികപരമായിട്ടൊക്കെ നമ്മൾ മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അച്ഛൻ അതൊക്കെ കണ്ട് മനസ്സിലാക്കി അച്ഛൻ ഞങ്ങളുടെ ചിന്തയിലേക്ക് തന്നെ അച്ഛൻ വരുമായിരുന്നു എന്നുള്ളതിന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. കാരണം അച്ഛൻ നല്ലൊരു നിരീക്ഷണ പാഠമുള്ളൊരു വ്യക്തിയാണ്. കാരണം നല്ലൊരു നിരീക്ഷണ പാഠമുള്ള ആളായതുകൊണ്ടാണ് പുള്ളിക്ക് ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്യാനൊക്കെ സാധിക്കുന്നത്. കാരണം എവിടെയെങ്കിലും കണ്ട് മറന്നിട്ടുള്ള ഒരാളുടെ ആ മാനറിസംസാണ് ചില കഥാപാത്രങ്ങൾക്ക് അച്ഛൻ കൊടുത്തിട്ടുള്ളത്. നമ്മൾ പോലും ചിലപ്പോൾ അച്ഛനൊപ്പം ഇരിക്കുമ്പോൾ അയാളെ അനുസരിച്ചുണ്ടാവില്ല, പക്ഷേ അച്ഛൻ ഓരോരുത്തരുടെ ചെറിയ മൂവ്മെൻറ്റ്സ് പോലും നിരീക്ഷിക്കുമായിരുന്നു. അപ്പോൾ ആ നിരീക്ഷണം അച്ഛൻ ഇതിലും കൊണ്ടുവന്നിരുന്നെങ്കിൽ അച്ഛൻ ഒരു പക്ഷേ അല്ല ഉറപ്പായിട്ടും അച്ഛൻ ഇന്ന് ചിലപ്പോൾ എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയുന്ന അല്ലെങ്കിൽ എൻ്റെ മകനെ ജയിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് പറയുന്ന ഒരു സംഘരാഷ്ട്രീയത്തിലേക്ക് അച്ഛനും വരുമായിരുന്നു. നമുക്കറിയാം, ഇപ്പോൾ നിങ്ങളൊക്കെ ചെറുപ്പമാണ്, ഇനി അനേകം കൊല്ലങ്ങൾ നമ്മുടെ ഈ ഭൂമിയിൽ നിന്ന് ജീവിതം ബാക്കി കിടക്കണം. നിങ്ങൾക്ക് പ്രായമാകുന്നതോടെ നിങ്ങൾ മനസ്സിലാക്കും ഈ രാജ്യം മുഴുവൻ ഈ സംഘരാഷ്ട്രീയത്തിലേക്ക് മാറിയിട്ട് ഒരു രാജ്യത്തിന് ഉയർച്ച ഉണ്ടാകാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു കാലത്തേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. കാരണം RSS ഉണ്ടായിട്ട് 100 വർഷമായി. 89 വർഷം RSS ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടാണ് ഒരു ഭരണം ഇന്ത്യയിൽ അവർക്ക് സാധിച്ചെടുക്കാൻ സാധിച്ചത്. അപ്പോൾ അത്രയും കാത്തിരിക്കാൻ തയ്യാറായിട്ടുള്ളൊരു സംഘടനയാണത്. അപ്പോൾ ഇനിയും കാത്തിരിക്കും ഞങ്ങൾ 100-200, കാരണം 1000 വർഷം അടിമത്തത്തിൽ കിടന്ന രാജ്യമാണ് നമ്മൾ.
ആ 1000 വർഷത്തെ അടിമത്ത മനോഭാവം നമ്മുടെ തലച്ചോറിൽ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 100 വർഷം കൊണ്ടൊന്നും പോകില്ല. 2-3 തലമുറ ഇനിയും കഴിയുമ്പോഴാണ് പൂർണ്ണമായിട്ടും അടിമത്തം ചിന്തയില്ലാത്തൊരവസ്ഥയിലേക്ക് വരുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്. എല്ലാവരും നമ്മുടെ ഒപ്പം നിൽക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. സിനിമയിലേക്ക് വരവ് ഒരു തിരിച്ചുവരവുണ്ടോ? ഇനി കുറേ സിനിമകളൊക്കെ ചെയ്യാനുള്ള പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ? പ്രതീക്ഷിക്കാവോ? സിനിമയിൽ നമ്മളിപ്പം ഞാൻ കുറച്ച് സിനിമകളൊക്കെ ചെയ്തിരുന്നു. പിന്നെ നമ്മൾ ഇതിൻ്റെ എപ്പോഴും അന്വേഷിച്ചതിൻ്റെ പുറകെ പോകുന്ന ഒരു കൊണ്ടൊക്കെയാണ് നമ്മൾ കുറച്ചിങ്ങനെ ബാക്കിലേക്ക് നിന്നത്. പക്ഷേ ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് തന്നെ ഒരു പടം എഴുതി പുള്ളി തന്നെ സംവിധാനം ചെയ്തൊരു ഫിലിം വരുന്നുണ്ട്. അപ്പോൾ അതിൽ പൂർണ്ണമായിട്ട് എന്നോട് അസോസിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളിയൊരു കൂടെ നിൽക്കുന്ന ഒരാളെ പോലെ ചെയ്യണം, നല്ലൊരു ക്യാരക്ടറും ഉണ്ട് അപ്പോൾ അതിനകത്ത്. അപ്പോൾ പുള്ളിയുടെ വീണ്ടും 2-3 പടങ്ങൾ അതിൻ്റെ പുറകെ പുള്ളി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിലും നമ്മൾ അതിനകത്ത് പുള്ളി നല്ല രീതിയിൽ എഴുതി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്യാരക്ടറാണെങ്കിലും പടത്തിൽ മൊത്തത്തിൽ സഹകരിക്കുന്ന രീതിയിലും. അപ്പോൾ ആ രീതിയിൽ നമ്മളിനി മുമ്പോട്ട് പോകും. അപ്പോൾ നല്ല ക്യാരക്ടറൊക്കെ ചെയ്യണം. അങ്ങനെ അച്ഛൻ്റെ മുമ്പിൽ നമ്മൾ ആരുമല്ല, എന്നാലും അച്ഛൻ ഇത്രയും കാലം നിന്ന് പോയൊരു ഫീൽഡിൽ നമുക്കൊരു ചെറിയൊരു പ്രസൻസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. എന്നാലും രണ്ടുപേർക്കും വിജയാശംസകൾ നേരുവാണ്. കൃത്യമായിട്ടുള്ള ആശയങ്ങളുണ്ട്, വികസനം എങ്ങനെയൊക്കെ വേണം എന്നുള്ള ലക്ഷ്യം രണ്ടുപേർക്കും ഉണ്ട്. എന്തായാലും ക്യാമറ പേഴ്സൺ അക്ഷയ ദിലീപിനൊപ്പം വിജിത, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.